വന്നിട്ടുള്ളത് ഒരു ക്ലേ ടൈമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. വളരെ ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ക്ലേ ടൈമായിട്ടാണ്. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് അതിനായിട്ട് ഒരു ഫൺ ബോയുടെ മോഡലിംഗ് ക്ലേ ആണ്. അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 7 കളേഴ്സാണ്. ഇതിൻ്റെ 20-24 കളേഴ്സ് വരെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡി ആക്കുന്നതെന്ന് നോക്കിയാലോ. അതിനകത്ത് ഞാൻ പേര് ബോക്സും തോന്നിയിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്ലേ ഒക്കെ നമ്മുടെ മോഡലിൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ, അതേ കണക്കത്തെ സാധനങ്ങളാണ് കേട്ടോ ഇത്. അതിൻ്റെ പല പല ഷീറ്റ്സാണ് കേട്ടോ ഇത്. നമുക്ക് ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഇത് നിങ്ങൾ ഒരിക്കലും ഇത് കളയരുത്. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. നമുക്ക് നോക്കിയാലോ. ഞാൻ അതിന് ആദ്യം എടുക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ. ഞാൻ ബ്ലൂ എടുക്കുന്നത് ഞാൻ ആദ്യം ഇത്ര എടുക്കുന്നോളൂ. എന്നിട്ട് നമുക്കിതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഞാനിപ്പം ഇത് കണക്ക് ഇതിൻ്റെ മണ്ടയിൽ ഒന്ന് ഇത്തിരി എണ്ണ തടവിയിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ മണ്ടയിൽ ക്ലേ വെക്കാൻ. അല്ലെങ്കിൽ ക്ലേ അതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിച്ച് ക്ലേ നശിച്ചു പോകും. അപ്പം ഗൈസ് ഞാൻ ഇത്രയും പരത്തി എടുക്കുന്നോളൂ. അതിന് ഇഷ്ടം കുറച്ച് ഓക്കെ എടുക്കാം. എന്നിട്ട് അതൊന്ന് ബോളാക്കി കൊടുക്കുക. നിങ്ങൾ കൈ വെച്ച് നന്നായിട്ടൊരു ബോളാക്കി ഒരു സൈഡിലേക്ക് വെക്കുക. അത് കണക്ക് നമ്മൾ ഇതിലേക്ക് ബോളാക്കി ഉണ്ടാക്കി വെച്ചെടുക്കുക. അങ്ങനെ ഇതേ കണക്ക് ബോളാക്കി ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് ഒരു ആദ്യത്തെ റോയിൽ നമ്മൾ വരുന്നത് 6 എണ്ണമാണ് വരുന്നത്. അപ്പം നമുക്ക് 6 എണ്ണം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത 6 എണ്ണം ഉണ്ടാക്കാം. ഞാൻ മുഴുവൻ ക്ലേയും എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 5 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് അടുത്ത ഉണ്ടാക്കാം. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂണോ റൗണ്ട് സ്പൂണെങ്ങാണോ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നിങ്ങൾ റൗണ്ട് ചെയ്തെടുത്താലും മതി. എൻ്റെ കയ്യിൽ അങ്ങനത്തെ സ്പൂണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നിങ്ങൾ ഈ സെറ്റ് ചെയ്തത് നിങ്ങൾ ആദ്യം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 3 എണ്ണം ഇങ്ങനെ, അടുത്ത 3 എണ്ണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, പിന്നെ ഒരു 3 എണ്ണം കൂടെ ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് റൗണ്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ അപ്പോൾ അതിനോട് ചേർത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ക്ലേ ഡെക്കോറാണ്. നല്ല ഭംഗിയാണ് പോലെ ചെയ്ത് വരണം. നല്ല രസമാണ് ഇത് കാണാൻ. ഇനി ഞാൻ ഗൈസ് താഴത്തെ ഒരു ലെയർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ഇപ്പം എനിക്ക് ഒരു ലെയർ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് അടുത്ത ലെയർ നമ്മൾ എടുക്കുമ്പം കുറച്ച് വൈറ്റ് കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് വേണം. കാരണം കുറച്ച് ലൈറ്റ് കളറായിട്ടാണ് നമ്മൾ ബ്ലൂ അടുത്തത് എടുക്കുന്നത്. കുറച്ച് പേസ്റ്റൽ കളറാക്കി എടുക്കാനാണ് നമ്മൾ പോകുന്നത് ബ്ലൂവിനെ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഇത് കണക്കൊരു പേസ്റ്റൽ കളർ നമ്മൾ ബ്ലൂവിൻ്റെ പേസ്റ്റൽ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇടയാക്കി എടുക്കാം. ഞാൻ അതിനായിട്ട് ഇത് ആരും പിരിച്ചാത്തി ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യം
ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, എനിക്ക് ഇത്തിരി എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൈ വെച്ച് കട്ട് ചെയ്താലും മതി കേട്ടോ. സൈഡിലൊന്ന് ഉരുണ്ട വെച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ റൗണ്ട് രൂപത്തിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ നന്നായിട്ട്. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഈ ക്ലേയുടെ മണ്ടയിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്ത് ഈ അടുത്തത് എടുക്കുക. റൗണ്ട് രൂപത്തിലേക്ക് ഉരുട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഉണ്ടയുടെ മണ്ടയിൽ നിങ്ങൾ വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു റൗണ്ടിന് മണ്ടയിൽ വെച്ച് കൊടുക്കണ്ട. കാരണം അവിടെ നമുക്ക് ഗ്യാപ്പ് വേണ്ട. ഈ നടുക്കത്തെ ഈ ഭാഗത്ത് വെക്കണ്ട. ഇങ്ങനെയാണ് കടുപ്പം നമ്മളൊന്നും ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇരിക്കുന്നത്. നന്നായിട്ട് ഇതിൻ്റെ അകത്തൊന്ന് ഒട്ടുന്ന ഒരു കൺസിസ്റ്റൻസി വരണം. മുന്നേ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ബ്ലൂ തന്നെയാണ് എടുക്കുന്നത്. അടുത്തതൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പോട്ട് റെഡിയായി കിട്ടും. അതിനുശേഷം നമ്മൾ ആ ഫ്ലവറാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഈ പോട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അങ്ങനെ തന്നെ നിങ്ങൾ റൗണ്ട് ആക്കുക. വ്യത്യാസം വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം എല്ലാം കൂടി ചേർത്ത്. വീണ്ടും നമ്മൾ അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ബോൾ ഇത് കുറച്ച് റൗണ്ട് അല്ലാതെ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. കുറച്ചുകൂടെ നീളത്തിൽ ഇത്തിരി തിന്നായിട്ടാണ് ഞാൻ ഇവിടെ വെക്കുന്നത്, അറ്റാച്ച് ചെയ്യാനായിട്ട് വേണ്ടി എല്ലാം കൊണ്ടൊന്ന്. അപ്പം എന്താ ഗൈസ്, നമ്മുടെ ഒരു പോട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പോട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലവർ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ ഒരു ഗ്രീനാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റെമ്മിനും ഒക്കെ ലീഫിനും ഒക്കെ വരുന്ന ഗ്രീൻ എടുക്കുന്നത്. ഇതിനെക്കാട്ടി ലൈറ്റ് ഗ്രീൻ ആക്കണമെങ്കിൽ മാത്രം നിങ്ങൾ വൈറ്റ് മിക്സ് ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഈ ഒരു കളർ തന്നെ മതി, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പിങ്കോ റെഡോ കളേഴ്സ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളൊരു ഫ്ലവറിൻ്റെ കളർ എടുക്കുക. ഞാൻ പിങ്കാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്.
കാരണം പൂഞ്ചോടെ ഇത്തിരി മിക്സായി പോണത് പിങ്കും റെഡും ആണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം പിങ്കാണ്. സോ ഇപ്പം ഞാൻ പിങ്കാണ് ഇപ്പോൾ എടുക്കുന്നത്. അതൊന്ന് റൗണ്ടാക്കിയതിന് ശേഷം ഇതൊന്നിങ്ങനെ ഒന്നാക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അമുക്കി കൊടുക്കുക. നമ്മൾ റൗണ്ടാക്കിയതിന് ശേഷം അതിന് ശേഷം ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് ഇതൊന്ന് ഇതിങ്ങനെ ഒരു എതള് പോലെ ഗൈസ്. അപ്പം എനിക്ക് ആ ഒരു പൂ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഗൈസ് ഞാൻ പൂ ഉണ്ടാക്കാനായിട്ട് പിങ്കാണ് എടുത്തേക്കുന്നത്. കണ്ടോ, പിങ്കാണ് എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഞാൻ പിച്ചത്തേണ്ടോ കുറച്ചൊന്ന് അമർത്തി കൊടുക്കുക. അതിന് ശേഷം സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലാത്ത ഇതിന് ടൂള് കിട്ടും കേട്ടോ ഈ കട്ട് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ അതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്താലും മതി കേട്ടോ. അത് നൂറ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്ലവർ. രണ്ടാമത്തെ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത്രയും ടൈം നിങ്ങൾ ഒരു ബോർ അടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുക്കുന്ന പിങ്ക് കളറാണ്. എന്നിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഉരുട്ടിയല്ല, ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ചുട്ടിയതിന് ശേഷം ആദ്യം ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, അങ്ങനെ നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് കുറച്ചുകൂടി ഗ്രീനാണ് കേട്ടോ. ആ ഗ്രീൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സോഫ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രീൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത്. രണ്ടായിട്ട് ഇങ്ങനെ ആക്കുക. രണ്ടായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് ശേഷം നമ്മുടെ ഈ ഒരു ഫ്ലവർ പോട്ടിലേക്ക്. തീർന്നില്ല കേട്ടോ, ഇനിയും പണിയുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്രീൻ അപ്പം ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്തെടുത്തിരുന്നത്. അതിന് ശേഷം നമ്മുടെ ലീഫിൻ്റെ പണിയിലോട്ടാണ്. അതിന് ലീഫ് നീട്ടി ഇങ്ങനെ നമ്മുടെ ക്ലേ എടുക്കുക. നീട്ടി ഇങ്ങോട്ട് വെച്ചിട്ട് കൈ വെച്ച് നീട്ടി. അതിന് ശേഷം ഞാൻ ഒന്ന് ലൈൻ ഇടാൻ വേണ്ടി ഒരു സൈഡിലൊന്ന് കൂർപ്പ് ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ പിച്ചാത്തി യൂസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞു മക്കളൊക്കെ കാണുവാണെങ്കിൽ ഇങ്ങനെയൊന്നും അനുകരിക്കല്ലേ. ഇതൊക്കെ ഉണ്ടോ, ലീഫ് ഏകദേശം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയായിട്ട് ഞാനിങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മുടെ ലീഫ് ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടി അങ്ങോട്ടൊക്കെ ഒന്ന് വളച്ച് വെച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അടുത്തത് നമ്മൾ അതേ കണക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലീഫ് ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ
നേരത്തെ ചെയ്തത് കണക്ക് തന്നെ കുഞ്ഞുമക്കളൊക്കെ ഇത് കാണുവാണെങ്കിൽ ഒട്ടും അനുകരിക്കല്ലോ. എന്നിട്ട് നമ്മൾ ചാറ്റി വെച്ച് ഇങ്ങനൊന്ന് കരഞ്ഞെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ നിർത്തുക. അതിന് ശേഷം നേരത്തെ ചെയ്ത കണക്ക് അങ്ങോട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് വേണമെങ്കിൽ ഒരു ലീഫ് കൂടെ നമുക്ക് ഇവിടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ബെൻഡായിട്ടുള്ളത് കണക്ക് ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാം. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് കണക്ക് ആ ലീഫ് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക, ബെൻഡ് ചെയ്യുക. അപ്പം ഇത് ബെൻഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇവിടെയും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞ ശേഷം 4 ലീഫാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് 2 വെച്ചാൽ മതിയെങ്കിൽ 2 വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ അമർത്തി കൊടുക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ ഞാൻ അമർത്തുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വെക്കേഷനൊക്കെ തീരാറായല്ലേ, അപ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് വന്നത്. സോ ഇതേ നമുക്കൊന്ന് ചെയ്തെടുക്കുക. ഒന്ന് ബെൻഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഞാൻ ഈ താഴെ ഉണ്ട് കുറച്ചുകൂടെ ബെൻഡ് ചെയ്ത് പ്രാവശ്യം കൊടുത്ത് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന കണക്ക്. ഞാൻ റെഡിയാക്കി എടുത്ത് ക്ലേ ഇതാണ് കേട്ടോ. എന്ത് രസമാണ്. നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ വെക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.